അതിരടി അരുൺ അനിരുദ്ധൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത മലയാള സിനിമ ഇന്ന് റിലീസായി. ഇത്രയും ഒഫീഷ്യലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരിലേക്ക് ഈ സിനിമ എത്തിയിട്ടുണ്ട്. കാരണം ഇതിന് ഇൻ്റർവ്യൂസൊക്കെ അത്രയും ഹിറ്റായിരുന്നു. അതിന് മുന്നേ തന്നെ ഇത് അനൗൺസ് ചെയ്തപ്പോൾ മുതൽ തന്നെ എനിക്ക് ഈ സിനിമയിൽ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ കാസ്റ്റ് ബേസിൽ ടൊവിനോ, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, സെറിൻ ഷിഹാബ്, ദർശന, വിഷ്ണു അഗസ്ത്യ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇതിൻ്റെ ജോണർ എല്ലാ ഭാഷയിലും ആക്ഷൻ കോമഡി ജോണറുകൾക്ക് ഭയങ്കര സ്വീകാര്യത ഉള്ളതാണ്, പ്രത്യേകിച്ച് മലയാളത്തിൽ. എന്നാൽ മലയാളത്തിൽ പണ്ടത്തെ നമ്മുടെ മെയിൻ സൂപ്പർ സ്റ്റാർസ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ജോണറാണ്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അത് മിസ്സിങ് ആണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ആവേശം വന്ന് തൂക്കി മലത്തി അടിച്ചിട്ട് പോയിട്ട് പോലും വീണ്ടും ഇപ്പോൾ 2 വർഷമായിട്ട് വേറൊരു പടം ആ ഒരു ജോണറിൽ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് വരുന്ന സിനിമയായിരുന്നു അതിരടി. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. സിനിമ പറ്റി പറയാനാണെങ്കിൽ ഒരു ഫുൾ ഹൗസ് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഒരിക്കലും ഒരു 100% ജെന്യുവിൻ സിനിമ, അതല്ല എങ്കിൽ ഒരു ഓർഗാനിക് സിനിമ. ഇതിലെ കാര്യങ്ങൾ ഇപ്പം ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റിൽ ഒരു ഇവൻറ്റ് കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണെങ്കിൽ പോലും, അതല്ല ഇവർ തമ്മിലുള്ള ബേസിലും ടൊവിനും തമ്മിലുള്ള ക്ലാഷിൻ്റെ ഒരു പർപ്പസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീസണിങ് ആണെങ്കിൽ പോലും, മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇവർ എന്തൊക്കെ ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ അതൊന്നും ഒരു ഓർഗാനിക് അല്ല. ഫോർ ദ സേക്ക് ഓഫ് എന്ന രീതിയിൽ ഇവർ ചെയ്തിരിക്കുന്നതാണ്. അതായത് തിയേറ്ററിൽ അടിക്കണം, അതാണ് ഇവരുടെ ഈ ഒരു സിനിമ ഉള്ളൊരു ഉദ്ദേശം. സിനിമയായ ബിസിനസ്സാണ്, അൾട്ടിമേറ്റ്ലി തിയേറ്ററിൽ തന്നെ അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഒരു ഓർഗാനിക് സാധനം മിസ്സിംഗ് ആണ്. നമുക്കൊരു ഒരു അത്യുഗ്രൻ സിനിമ കണ്ടു എന്നൊരു ഫീലൊന്നുമില്ല. നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നും. കോമഡി ആണെങ്കിൽ അതിൽ തന്നെ ഈ ജെൻസി അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള കോമഡി അത് ഫോഴ്സ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറച്ച് കയ്യടി തിയേറ്ററിൽ വേണമെന്നുള്ള രീതിയിൽ കുറച്ച് എലമെൻറ്റ്സ് ഫോഴ്സ്ഡ് ആയിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നമുള്ള സിനിമയാണ്. ഇപ്പം ഈ സിനിമയെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റിലത്തെ ഒരു 1-2 ആഴ്ച നല്ല തിരക്ക് കാണും തിയേറ്ററിൽ, എസ്പെഷ്യലി ഈ വീക്കെൻഡൊക്കെ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു 3-4 പേരുള്ള ഗ്രൂപ്പൊക്കെ ആയിട്ട് പോയാൽ ആ ഒരു വൈബിൽ അങ്ങ് നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. പെർഫോമൻസ് വൈസ് ബേസിൽ കോമഡി, ഫസ്റ്റിലത്തെ ബേസിലെ കോമഡി ഭയങ്കര അരോചകമായിരുന്നു, ഭയങ്കര ഓവറായിട്ട് തോന്നി. പക്ഷേ പുള്ളിയുടെ ഒരു ഇമോഷണൽ ആംഗിളിലെ പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു ഫൈനൽ ഇയർ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടികളൊക്കെ കൊള്ളായിരുന്നു. ടൊവിനോ ആണ് ഫസ്റ്റ് ഹാഫിൽ. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ ഒരു ഓക്കെ അത്രേ ഉള്ളൂ, ഒരു ഓക്കെ ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫാണ് പടം അപ്പായിക്കൊണ്ടിരിക്കുന്നത്, ഓരോ പോകെ അപ്പായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ പക്ക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ രീതിയിലാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, തിയേറ്ററിൽ ഇത് കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലാണ്. അപ്പം ഫസ്റ്റ് ഹാഫിനെ ഓക്കെ ആക്കി നിർത്തുന്നതിന് ആകെ ഒരു കാരണം ടൊവിനോ ആണ്. പക്ഷേ ഈ സെക്കൻഡ് ഹാഫിനോട് എത്തുമ്പോൾ ഇവരുടെ ഈ കോൺഫ്ലിക്റ്റിൻ്റെ റീസണും അതുപോലെ തന്നെ ടൊവിനോയുടെ ക്യാരക്ടറിൻ്റെ ഒരു ക്ലോഷർ ആണെങ്കിലും ഭയങ്കര ഒന്നിനും കൊള്ളത്തില്ല, വെറും തനി ബോറ്. സ്ക്രിപ്റ്റിൽ ആവശ്യത്തിനധികം എലമെൻറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ട് വരുന്നുണ്ട്. എല്ലാ ചേരുവകളും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പൂർണ്ണതയിലോട്ട് എത്തിയിട്ടില്ല. കോമഡി ആണെങ്കിൽ ഒരു 50-50 ആണ് വർക്കായ കോമഡികൾ. അതുപോലെ തന്നെ ഈ മെയിൻ കോൺഫ്ലിക്റ്റ് ആണ് ഒരു പരിപാടി. ഇപ്പോൾ അയ്യപ്പൻ കോശിയിലൊക്കെ കണ്ട പോലത്തെ ഒരു കോമഡി കോൺഫ്ലിക്റ്റ് ആണ്, അതായത് കോമഡിയുടെ ചേരുവയിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷേ അതൊരു ഭയങ്കര സില്ലി ആയിപ്പോയി, അതിൻ്റെ ഒരു കാരണവും കാര്യങ്ങളും അത് ഡീൽ ചെയ്ത രീതിയൊക്കെ. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ പെർഫോമൻസ് ഓക്കെ, പുള്ളി ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്, കുറ്റമൊന്നും പറയാനില്ല. ഷാൻ റഹ്മാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ ചിരി കൂടുതലും വന്നത് പുള്ളിയുടെ ഐറ്റംസിനൊക്കെയാണ്, പുള്ളിയുടെ റിയാക്ഷൻസിനും കൗണ്ടേഴ്സിനും ആക്ഷൻസിനും ഒക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, തിയേറ്ററിൽ ഓളം വെക്കാനുള്ള ക്യാമിയോ പോലത്തെ പരിപാടികളൊക്കെ പടത്തിലുണ്ട്. നാളെയാണ് സിനിമ പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യുന്നത്. ഇന്ന് പെയ്ഡ് പ്രീമിയർ ആയിരുന്നു ഒരു ഷോ ഉണ്ടായിരുന്നത്, വൈകിട്ട് 6:30 കേരളത്തിൽ മിക്ക സെൻറ്റേഴ്സിലും ഉണ്ടായിരുന്നു. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇപ്പോൾ റിയ ഷിബു ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്യൂട്ട്നെസ് കാണിക്കുക അത്രേ ഉള്ളൂ. കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ട് ആവശ്യത്തിൽ, പക്ഷേ കൂടുതൽ അങ്ങനെ ചെയ്യാൻ പെർഫോമൻസിൽ പിടിച്ച് കയറ്റാൻ പാകത്തിലുള്ളതൊന്നുമില്ല. ദർശന രാജേന്ദ്രൻ ഒരു ചെറിയ ക്യാമിയോ ആണ്. സെറിൻ ഷിഹാബ് ആ സ്ലാങ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പെർഫോമൻസ് അഗെയിൻ ചെയ്യാനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ടെക്നിക്കലി സിനിമ ഒരു ഓക്കേഷാണ്. ഈ സിനിമ ഓണത്തിന് ഇറക്കാനിരുന്നതാണ്, ഈ ഓണത്തിന് അനൗൺസ് ചെയ്ത് ഇറക്കാനിരുന്ന സിനിമയാണ്. ഓണം ഓവർ ക്രൗഡഡ് ആയപ്പോൾ അവർ സമ്മറിലേക്കാക്കി, അതായത് ഒറ്റയടിക്ക് ഒരു 3 മാസം അവർ ബാക്കിലോട്ട് വലിപ്പിച്ചതാണ്. അതിൻ്റേതായ പ്രശ്നങ്ങൾ ടെക്നിക്കലി കാണാനുണ്ട്. ഇപ്പോൾ ഈവൻ കളർ ഗ്രേഡിങ്ങിലാണെങ്കിലും മ്യൂസിക് വൈസ് ആണെങ്കിലും ഒക്കെ, മ്യൂസിക്കൊക്കെ ഒരുപാട് വിഷ്ണു വിജയുടെ ഒക്കെ ലെവലിൽ നമുക്കറിയാം, പക്ഷേ പുള്ളിയുടെ ലെവൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി പോലും വന്നിട്ടില്ല. പാട്ടുകളാണെങ്കിലും എസ്പെഷ്യലി ബി ജി എം ഭയങ്കര ബോറായിരുന്നു, പാട്ടുകളും പോരാ. വിഷ്വലി ആണെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ കളർ ഗ്രേഡിങ്ങിൽ അതിൽ അപ്പാക്കാൻ പറ്റിയായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഒരു ഓക്കെ ആ ഒരു ഫീലാണ്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊരു OTT കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട്, ഇപ്പോൾ വാഴ 2 ഒക്കെ OTT വന്നപ്പോഴത്തെ അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കര നെഗറ്റീവാണ്. അതിനേക്കാൾ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് ഇത് OTT വന്നാൽ. തിയേറ്ററിൽ ഒരു ഹൗസ്ഫുൾ ക്രൗഡ് ആ ഒരു രീതി കണ്ടാൽ വർക്കാവാം.
അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. സെക്കൻഡ് ഹാഫിലെ കോമഡിയും ആ ഒരു ക്ലാഷ് ഇങ്ങനെ കയറി വരുമ്പോഴത്തെ ഒരു ഞാൻ പറയില്ല ക്ലാഷിൻ്റെ ഒരു തീവ്രത കൂടുതൽ ഫൺ കാര്യങ്ങൾ കുറച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ ഫണ്ണായി ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5 ആണ്.